നമസ്കാരം. ലോകതലത്തിൽ ഇന്ത്യയുടെ വളർച്ചയും ശക്തിയുമാണ് ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം രാജ്യത്തിന്റെ ദീർഘദർശിയായ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം തന്നെയാണ്. കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞതുപോലെ കാനഡ ഇന്ത്യ ബന്ധങ്ങൾ ഇപ്പോൾ നിരവധി മേഖലകളിൽ മികച്ച പുരോഗതി കാട്ടുകയാണ്. ഈ വാക്കുകൾ കേവലം ഒരു നയതന്ത്ര പ്രസ്താവനയല്ല, മറിച്ച് മോദി സർക്കാരിന്റെ നയപരമായ വിജയത്തിന്റെ ശക്തമായ തെളിവ് കൂടിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടില്ല എങ്കിലും മന്ത്രിതല ചർച്ചകൾ നടന്നെന്നും പുരോഗതി ഉണ്ടെന്നുമാണ് കാർണി അറിയിച്ചത്. ആഭ്യന്തരമായി കരുത്താർജിക്കാനും യുഎസിനെ മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനുമാണ് കാനഡയുടെ ശ്രമം. ഒരിക്കൽ നിശ്ചലമായിരുന്ന കാനഡ ഇന്ത്യ ബന്ധം ഇന്ന് വ്യാപാര, വിദ്യാഭ്യാസ, പരിസ്ഥിതി സംരക്ഷണ, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ നിരവധി പുതുജീവനം പ്രാപിച്ചിട്ടുണ്ട്. കാനഡയിലെ പുതിയ ഭരണകൂടം ഇന്ത്യയോട് സൗഹൃദപൂർവമായ സമീപനം സ്വീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മോദി സർക്കാരിന്റെ സമതുലിത വിദേശ നയം കൊണ്ട് തന്നെയാണ്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കാനഡയുമായി പുതുതലമുറ നിക്ഷേപ കരാറുകളും കാർഷിക ഉൽപ്പന്ന വ്യാപാര കരാറുകളും പുതുക്കി. രണ്ടു രാജ്യങ്ങൾക്കും പരസ്പര ഗുണകരമായ സാമ്പത്തിക വാതായനങ്ങൾ ഇത് തുറന്നുകൊടുത്തു. അതിനാൽ തന്നെ മാർക്ക് കാർണി പറഞ്ഞതുപോലെ ഇന്ത്യയില്ലാതെ കാനഡയുടെ ഭാവി സാമ്പത്തിക വളർച്ച പൂർണ്ണമാകില്ല എന്നത് യാഥാർത്ഥ്യമാകുന്ന നാളുകൾ തന്നെയാണ് വരാൻ പോകുന്നത്. ഇന്ത്യയുമായി ട്രംപ് അയഞ്ഞ ഉറപ്പുകളിൽ ഉലഞ്ഞു നിൽക്കുമ്പോൾ കാനഡയുമായി കൂടി ഇന്ത്യ കൈകോർത്താൽ അത് ട്രംപിന് വലിയ തിരിച്ചടിയായി മാറും. ശക്തമായ ഇന്ത്യയുടെ പ്രതിരൂപം മോദി അധികാരത്തിൽ എത്തിയതു മുതൽ ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ പൂർണ്ണമായി മാറ്റി. ഇന്ത്യ ഇനി അഭ്യർത്ഥിക്കേണ്ട രാഷ്ട്രമല്ല, മറിച്ച് നിർണായക തീരുമാനങ്ങൾ ആവിഷ്കരിക്കുന്ന ശക്തമായ രാഷ്ട്രമാണ്. ഈ തരത്തിലേക്ക് ലോകം ഇന്ത്യയെ ഉറ്റുനോക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കാനഡയ്ക്ക് പുറമെ അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യൻ മേഖലകൾ എല്ലാം ഇന്ത്യയുമായി കൂടുതൽ സഹകരണം ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം. ഒപ്പത്തിനൊപ്പം നിൽക്കാൻ കഴിയുന്ന തരത്തിൽ ദാരിദ്ര്യത്തിന്റെ ചിത്രത്തിൽ നിന്ന് ഇന്ത്യ വികസനത്തിന്റെ ട്രാക്കിൽ കുതിച്ചു തുടങ്ങി എന്ന കാര്യം ലോകത്തിന് മുഴുവൻ ബോധ്യമായി കഴിഞ്ഞു. മോദിയുടെ വസുദൈവ കുടുംബകം എന്ന ആശയം ആഗോള വേദികളിൽ പ്രതിഫലിച്ചത് ഇന്ത്യയുടെ ആത്മീയ ശക്തിയും സമാധാന ദർശനവുമാണ് ചൂണ്ടിക്കാണിച്ചത്. കാനഡയുമായുള്ള ബന്ധവും അതിന്റെ ഭാഗമാണ്. പരസ്പര ബഹുമാനത്തിലും വികസന പ്രതിജ്ഞയിലുമുള്ള കൂട്ടായ്മയാണ് ഇന്ത്യ കാനഡ ബന്ധം ഇനി വളർന്നു കഴിഞ്ഞാൽ. ഇന്ത്യയുടെ അടിത്തറയ്ക്ക് കൂടുതൽ ബലവും ഉറപ്പും നൽകുമെന്ന കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ ശ്രമിച്ചു. പക്ഷേ മോദി സർക്കാരിന്റെ ആത്മവിശ്വാസപൂർണമായ നയതന്ത്ര നിലപാട് ആ ശ്രമങ്ങളെ പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ ഉൽപാദന ശക്തി, ഡിജിറ്റൽ പുരോഗതി, പ്രതിരോധ മേഖലയുടെ സ്വയം പര്യാപ്തത ഇവയെല്ലാം ചേർന്നതാണ് ട്രംപിന്റെ ഇന്ത്യയെ നിയന്ത്രിക്കാമെന്ന തെറ്റായ ധാരണയെ തകർത്തെറിഞ്ഞത്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരത് പദ്ധതികളും ഇന്ത്യയെ ആഗോള ഉൽപാദന കേന്ദ്രമാക്കി. അതിനാൽ തന്നെ അമേരിക്കയ്ക്ക് പോലും ഇന്ത്യയുടെ സഹകരണമില്ലാതെ ആഗോള നയതന്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായി. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി മാറി. കോവിഡ് മഹാമാരിയുടെ നാശനഷ്ടങ്ങൾക്ക് ശേഷം പോലും ഇന്ത്യയാണ് ഏറ്റവും വേഗത്തിൽ വീണ്ടെടുക്കൽ കാഴ്ചവെച്ച രാജ്യം. കാനഡ ഉൾപ്പെടെ നിരവധി രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ വികസനം, കാർഷിക പരിഷ്കാരങ്ങൾ തുടങ്ങിയവയെ പഠന മാതൃകയാക്കി സ്വീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ സാമ്പത്തിക നയങ്ങൾ അതിന്റെ സാമൂഹ്യ നീതിയും ദൂരദർശിത്വവും മൂലം ഇന്ന് ലോകബാങ്ക്, IMF തുടങ്ങിയ സംഘടനകളാൽ പോലും പ്രശംസിക്കപ്പെടും. കാനഡയിലെ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വൻ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞു. മോദി സർക്കാരിന്റെ സ്റ്റഡി ഇൻ ഇന്ത്യ പദ്ധതിയുമായി ചേർന്നാണ് ഇതിന് തുടക്കമിട്ടത്. കാനഡയും ഇന്ത്യയും തമ്മിൽ ടെക്നോളജി ട്രാൻസ്ഫർ, ക്ലീൻ എനർജി, AI ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പുതിയ കരാറുകൾ ഒപ്പുവെക്കാനൊരുങ്ങുന്നു. ഇതെല്ലാം മോദിയുടെ ആഗോള ദർശനത്തിന്റെയും വിദ്യാഭ്യാസ സൗഹൃദ നയത്തിന്റെയും ഫലമായി പിറന്നവയാണ്. ലോകം ഭീഷണികൾ നിറഞ്ഞതായിരിക്കുമ്പോൾ ഇന്ത്യയും കാനഡയും പ്രതിരോധ രംഗത്തും സഹകരണം വർദ്ധിപ്പിച്ചു. സൈബർ സുരക്ഷ, ടെററിസം പ്രതിരോധം, ഇന്റലിജൻസ് ഷെയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ശക്തമായ ബന്ധം സ്ഥാപിച്ചു വരുന്നു. ഇതിനു പിന്നിലും മോദി സർക്കാരിന്റെ ഉറച്ച പ്രതിരോധ നയം തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ഒരിക്കലും ബലിയാടാക്കാൻ ആഗ്രഹിക്കാത്ത മോദി അന്താരാഷ്ട്ര വേദികളിൽ ബഹുമതി നേടിക്കഴിഞ്ഞു. ട്രംപിന്റെ തീവ്രമായ ഇന്ത്യൻ വിരുദ്ധ നിലപാടുകൾ പോലും പിന്നീട് മൃദുവാക്കേണ്ടി വന്നത് ഇന്ത്യയുടെ വിപണിയും സാങ്കേതിക ശേഷിയും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനിവാര്യമാണെന്ന തിരിച്ചറിവ് മൂലമാണ്. ഇന്ന് കാനഡയോ അമേരിക്കയോ ആകട്ടെ എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായി സഹകരിക്കാൻ ഉത്സാഹിക്കുന്നു. അതിനു പിന്നിൽ മോദിയുടെ ഇച്ഛാശക്തി തന്നെയാണ്. മാർക്ക് കാർണിയുടെ വാക്കുകൾ അതിനാൽ ചരിത്രപരമാണ്.
ഇന്ത്യ ലോകത്തിന്റെ വികസന മാർഗത്തിൽ അനിവാര്യ പങ്കാളിയാണ്. ട്രംപിനും മറ്റുള്ളവർക്കും ഇന്ത്യയെ അടിച്ചമർത്താൻ സാധിക്കാതെ പോയത് ഈ മഹത്തായ ദേശത്തിന്റെ സ്വാഭിമാനവും മോദിയുടെ ഉറച്ച രാഷ്ട്രീയ മനസ്സും കൊണ്ടാണ്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉയർന്നത് ഒരു രാഷ്ട്രീയ നേട്ടം മാത്രമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുന്ന മഹത്തായ നവയുഗത്തിന്റെ തുടക്കം കൂടിയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിധി ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച